Hi everyone, welcome to my YouTube channel. തമ്മിൽ കണ്ട പോലെ തന്നെ മിന്ത്രയിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്ത കുറച്ച് പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് കരുതി. അപ്പോൾ ഫസ്റ്റ് പ്രോഡക്റ്റ് വരുന്നത് അനോക്കിൻ്റെ എത്തനിക് പ്രിൻറ്റഡ് സ്ലീവ്ലെസ് കോട്ടൺ ക്രോപ്പ് ടോപ്പാണ്. ഇത് ഞാൻ വാങ്ങിയപ്പോൾ 540 ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 699 ആയിട്ടുണ്ട്. എനിക്ക് ഈ പ്രോഡക്റ്റ് എല്ലാം കിട്ടിയത് തന്നെ ഓഫർ പ്രൈസിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് 1 തൊട്ട് മാർച്ച് 11 വരെ മിന്ത്രയുടെ ഒരു ആനുവൽ സെലിബ്രേഷൻ നടക്കുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ ഓർഡർ ആക്കിയത് ഈ പ്രോഡക്റ്റ്സ് എല്ലാം തന്നെ. അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മാസ്റ്റർ ഹാർബറിൻ്റെ സ്കിന്നി ഫിറ്റ് സ്ട്രെച്ചബിൾ ജീൻസ് ആണ്. എനിക്ക് കിട്ടിയ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 482 റുപ്പീസ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിൻ്റെ ആക്ച്വൽ കോസ്റ്റ് വരുന്നത് 1899 ആണ്. അപ്പോൾ നല്ല പ്രൈസ് ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഇതിലൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡിൽ കാണുന്ന ഡാർക്കർ ഷെയ്ഡില്ലേ, അതൊന്നും ഇതിലുണ്ടായിരുന്നില്ല. ഇൻ ബിറ്റ്വീൻ ഞാൻ പറഞ്ഞോട്ടെ, ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യുന്നതും പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. അടുത്ത പ്രോഡക്റ്റിന് ഞാൻ 100 മാർക്ക് കൊടുക്കും. കാരണം പ്രൈസ് വൈസ് ആണെങ്കിലും കളർ വൈസ് ആണെങ്കിലും മെറ്റീരിയൽ വൈസ് ആണെങ്കിലും എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് കിട്ടിയത് 199 ആണ്. നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കോസ്മിക്കിൻ്റെ ഡെനിം ഷോർട്സ് ആണ്. അത് വാങ്ങിക്കാനുണ്ടായ കാരണം വേറെ ഒന്നുമല്ല, എനിക്ക് ഈ റീസെൻ്റ്ലി ഒറ്റ ഷോർട്സ് ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ വാങ്ങിയത് സുതിയോന്നായിരുന്നു. അപ്പോൾ എല്ലാ ഫോട്ടോയിലും ആ ഷോർട്സ് കണ്ടിട്ട് അത് അലക്കാറില്ലേ നനയ്ക്കാറില്ലേ എന്നൊക്കെയുള്ള ചോദ്യം വന്നു തുടങ്ങിയപ്പോഴാണ് ഞാനൊരു ഷോർട്സ് ഓർഡർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് കണ്ടപ്പോഴത്തേക്കിന് ഞാൻ വിചാരിച്ചു ഓക്കെ, 399 ആണ്. ഞാൻ വാങ്ങിയ പ്രോഡക്റ്റിൽ ഈ ഷോർട്സിനും ഇനി അടുത്ത് കാണിക്കാൻ പോകുന്ന പ്രോഡക്റ്റിനും, അതായത് ടീഷർട്ടിനും സെയിം റേറ്റ് തന്നെയായിരുന്നു. അതിൽ വേരിയേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അടുത്ത പ്രോഡക്റ്റ് ഡ്രസ്സൊന്നുമല്ല, ചെരുപ്പാണ് ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത്. ഫ്ലാറ്റ്സ് ആണ്. ഈ മോഡൽ എല്ലാ സെലിബ്രിറ്റീസും ഇൻഫ്ലുവൻസേഴ്സും എല്ലാം ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് തൊട്ടേ വാങ്ങിക്കണം എന്ന് വെച്ചിട്ട് ഞാൻ കാർട്ടിലിട്ട് വെച്ചിരുന്നത്. മിക്ക പ്രോഡക്ട്സും എൻ്റെ കാർട്ടിൽ കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. അപ്പോൾ കറക്റ്റ് ടൈം ഓഫർ വന്നപ്പോൾ ഞാൻ വാങ്ങിയതേ ഉള്ളൂ. ഞാൻ വാങ്ങിയപ്പോൾ ഇതിന് 409 റുപ്പീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇപ്രാവശ്യം ഓർഡർ ചെയ്ത എല്ലാ പ്രോഡക്റ്റും എനിക്ക് ഭയങ്കര വെർത്താണ്. എല്ലാം ഭയങ്കര അടിപൊളിയാണ്. നെക്സ്റ്റ് പ്രോഡക്റ്റ് വരുന്നത് H&Mൻ്റെ ആണ്. അതിൻ്റെ 3 പ്രോഡക്റ്റ്സാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. H&Mൻ്റെ ആയതുകൊണ്ട് തന്നെ വലിയ പ്രൈസ് ഡിഫറൻസ് ഉണ്ടായിരുന്നില്ല. വളരെ ചെറിയൊരു ഡിഫറൻസേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ പറയാം എത്രയൊക്കെ ഉണ്ട് എന്നുള്ളത്. അവരുടെ പാക്കേജിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ആ ബ്രാൻഡിൻ്റെ അതേ ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ആ പാക്കിങ്ങിൽ. നമ്മൾ നോർമലി ഒരു പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യുമ്പോഴും അല്ലാതെ ഒരു ഇൻ്റർനാഷണൽ പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യുമ്പോഴും എനിക്ക് നല്ല ഡിഫറൻസ് തോന്നാറുണ്ട്. കാരണം ഞാൻ കുറച്ചും കൂടി എക്സൈറ്റഡ് ആണ് ഇൻ്റർനാഷണൽ പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യുമ്പോൾ. നിങ്ങളും അങ്ങനെയാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ആദ്യത്തെ പ്രോഡക്റ്റ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൗസേഴ്സാണ്. അതിൻ്റെ ബക്കിള് ഭയങ്കര ബ്യൂട്ടിഫുൾ. അത് സിമ്പിളാണ് പക്ഷേ എലഗൻ്റ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വൈറ്റ് അല്ല, ഓഫ് വൈറ്റ് ആണ്. ഓഫ് വൈറ്റിൽ ഗോൾഡ് വന്നപ്പോഴത്തേക്കിന്, ഗോൾഡൻ ആ ഒരു ചെറിയ ബക്കിൾ വന്നപ്പോഴത്തേക്കിന് ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. വൈറ്റ് ആയാലും ഓഫ് വൈറ്റ് ആയാലും അങ്ങനെയുള്ള പ്രോഡക്റ്റ്സ് എടുക്കുമ്പോൾ എനിക്ക് ടെൻഷനാണ്. കയ്യിൽ നിന്ന് വല്ല അഴുക്കും പറ്റുമോ, ഇട്ടിട്ട് പോലും ഇല്ലല്ലോ. ആ ഒരു ടെൻഷൻ എനിക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു. അടുത്തത് H&Mൻ്റെ ടീഷർട്ട് തന്നെയാണ്. ഇതെടുക്കാനുണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നെക്ക് തന്നെ. എനിക്ക് വൈഡ് നെക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനിത് പർച്ചേസ് ചെയ്തത്. എനിക്കിങ്ങനെ വൈഡ് നെക്കായിട്ടുള്ള ടീഷർട്ട്സ് ഇല്ല. ഇനി H&Mൻ്റെ ലാസ്റ്റ് പ്രോഡക്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാർഗോ പാൻ്റാണ്. എനിക്ക് കാർഗോ പാൻസോ അല്ലെങ്കിൽ ലൂസ് പാൻസോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ പർച്ചേസിൽ ഞാൻ 2 അങ്ങനെയുള്ളത് വാങ്ങിയത്. റേറ്റ് എനിക്ക് കിട്ടിയത് കാർഗോ പാൻസിന് 700, ടീഷർട്ടിന് 300, പിന്നെ ട്രൗസേഴ്സിന് 1146 റുപ്പീസ്. അപ്പോൾ വലിയ വ്യത്യാസമില്ല, എങ്കിലും അത്യാവശ്യം കുറവിൽ എനിക്ക് കിട്ടി. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ 100, 150 ആ ഒരു റേഞ്ച് മാത്രം കേട്ടോ. ഞാൻ ഒരേ ടൈപ്പുള്ള പ്രോഡക്റ്റ്സ് അല്ല, എനിക്ക് ആവശ്യമുള്ള കുറച്ച് പ്രോഡക്റ്റ്സാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എല്ലാ ടൈപ്പ് ഓഫ് ഡ്രസ്സും ഉണ്ട്. അങ്ങനെ ഒരു ഡ്രസ്സാണിത്, സാരി. ഈ സാരി നമ്മുടെ ഒരു ഇൻസ്റ്റാഗ്രാമിലുള്ള ഒരു ഇൻഫ്ലുവൻസർ, മലയാളിയല്ല കേട്ടോ, നോർത്ത് ഇന്ത്യൻ ഇൻഫ്ലുവൻസറാണ്. പുള്ളിക്കാരി ഇട്ട് കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഓർഡർ ആക്കിയതാണ് ഈ സാരി. മെറ്റീരിയൽ ജോർജറ്റാണ് വരുന്നത്. അതേപോലെ തന്നെ ബ്ലൗസ് പീസും ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. ബ്ലൗസ് പീസ് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. സ്റ്റിച്ച് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കുന്നത് എനിക്കറിയില്ല, അതിനിപ്പോൾ നോക്കണം. നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു അനാർക്കലി സെറ്റാണ്. സെറ്റെന്ന് പറയാൻ പറ്റില്ല, അനാർക്കലിയുടെ കുർത്തയുണ്ട്, അതിൻ്റെ ദുപ്പട്ടയുണ്ട്, പക്ഷേ പാൻറ് അവൈലബിൾ ആയിരുന്നില്ല. അനാർക്കലി മോഡൽ ആയതുകൊണ്ട് തന്നെ ഇറക്ക് കൂടുതൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് ഏത് പാൻറ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. വൈറ്റോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത്. പിന്നെ ഒരു ഫങ്ഷൻ വെയറാണ്. നമുക്ക് കല്യാണങ്ങൾക്കും അല്ലെങ്കിൽ വേറെ ഫങ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അതേ ടൈപ്പുള്ള ഒരു കുർത്തയാണ്. നമ്മൾ പിക്ചറിൽ കാണുന്ന പോലെ തന്നെയാണ് ഈ ടോപ്പും വരുന്നത്.
അപ്പോൾ ഈ ഹോൾ വീഡിയോയിലെ ലാസ്റ്റ് പ്രോഡക്റ്റാണ് ഇത്. ബ്ലാക്ക് ആൻഡ് വൈറ്റും ഒരു ലൈറ്റ് ബ്ലൂ കളറൊക്കെ വരുന്നൊരു ഫാൻസി ടൈപ്പ് ബാഗാണ്. ഇത് നമുക്ക് ടോപ്പിൻ്റെ, ഞാൻ ആദ്യം കാണിച്ച പ്രോഡക്റ്റില്ലേ അതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ്. എനിക്ക് ഇതിന് കിട്ടിയ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ 647 റുപ്പീസാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഫ്യൂച്ചറിൽ വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. താങ്ക് യു.